മനുഷ്യൻ തൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ധാർമ്മിക മൂല്യങ്ങളെയും സദാചാര നിഷ്ഠകളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട്, അവയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എവിടെയും അധികമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്രാജ്യത്വവും സയനിസവും മനുഷ്യത്വത്തെ കൈവടിഞ്ഞ് പൈശാചികതയെ വാരിപ്പുണരുകയാണ്. വഞ്ചനയും ചതിയും കരാർ ലംഘനവും മനുഷ്യക്കുരുതിയുമാണ് അവരുടെയൊക്കെ മുഖമുദ്ര എന്നാണ് ഈ സന്ദർഭത്തിലും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമ്മേളനത്തിൽ എന്തായാലും പറയപ്പെടേണ്ട ഒരു കാര്യമാണ് ഇസ്ലാമിൻ്റെ മഹിതമായ സന്ദേശം എന്ന നിലയിൽ മാനവിക സാഹോദര്യം. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന മാനവിക സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് എപ്പോഴും നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ എന്ന വിശുദ്ധ വേദവാക്യത്തിൻ്റെ ഈ പ്രഖ്യാപനം മനുഷ്യരെല്ലാവരും പൊക്കിൾ കൊടി ബന്ധമുള്ളവരാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും അടിവയറ്റിൽ ഒരടയാളമുണ്ട്. നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന കാലത്ത് നമുക്കെല്ലാം കിട്ടിയിരുന്നത് ആ അവയവത്തിലൂടെയായിരുന്നു. ഗർഭാശയത്തിൽ നിന്ന് ഈ പുതിയ ലോകത്തേക്ക് നാം പിറന്നു വീഴുമ്പോൾ പിന്നീട് ആ ബന്ധം അറ്റുപോയി ഒരടയാളമായി നമ്മുടെ അടിവയറ്റിൽ അവശേഷിക്കുന്നു. ഈ അടയാളം ട്രംപിൻ്റെ അടിവയറ്റിലുണ്ട്, നെതന്യാഹുവിൻ്റെ അടിവയറ്റിലുണ്ട്, ഗസയിലും ഫലസ്തീനിലും ഇറാനിലും ലബനാനിലും യുദ്ധം നടക്കുന്ന മറ്റെല്ലാ പ്രദേശങ്ങളിലും പിടഞ്ഞു വീണ് മരിക്കുന്ന മനുഷ്യ മക്കളുടെയൊക്കെ അടിവയറ്റിൽ ഈ അടയാളമുണ്ട്. ഈ അടയാളം നമ്മളോട് പറയുന്നത് എന്താണ്? മനുഷ്യ, നിനക്കൊരു മാതാവുണ്ട് എന്നാണ്. ഈ പൊക്കിൾ കൊടി ബന്ധം അത് ചെന്ന് അവസാനിക്കുന്നതോ ഇങ്ങനെ അടിവയറ്റിൽ പൊക്കിൾ കൊടിയുടെ അടയാളമില്ലാത്ത ആദിമാതാവിലാണ്. ഇങ്ങനെ ഈ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും മക്കളായി സുമ്മ ഇദാ അൻതും ബശറുൻ തന്തശിറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരും പൊക്കിൾ കൊടി ബന്ധമുള്ള സഹോദരങ്ങളാണ് എന്ന ഈ സന്ദേശം എല്ലാവരും ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിലൂടെ ഇവിടെ സമാധാനം നിലനിൽക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന മനുഷ്യ സാഹോദര്യം അൽ-ഉഖുവത്തുൽ ഇൻസാനിയ അത് ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദേശം തന്നെയാണ്. മനുഷ്യന് ഈ ഭൗതിക ജീവിതത്തിൽ ആവശ്യമുള്ളത് ശാന്തിയാണ്, സമാധാനമാണ്, സ്വസ്ഥതയാണ്, സുരക്ഷിതത്വമാണ്. അതിന് ഒന്നാമതായി വേണ്ടത് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന ഈ സമഭാവനയാണ് എന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. മാത്രമല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹജ്ജത്തുൽ വദാഇലെ ഖുത്ബത്തുൽ വിദാഇൽ പറഞ്ഞിട്ടുണ്ട്, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്.
നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നുള്ളതാണ്, നിങ്ങൾക്ക് മരിച്ചു പോകാനുള്ളത് മണ്ണിലേക്കാണ്, മണ്ണാണ് നിങ്ങളുടെ തറവാട് എന്നാണ്. ലൈസ ലി അജബിയിൻ അലാ അറബി വലാ ലി അബിയദ അലാ അസ്വദ വലൽ അക്സ് ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്ക് അനറബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ നേരെ മറിച്ചോ ഒരു ശ്രേഷ്ഠതയുമില്ല ഹൃദയഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇന്ന് നോക്കൂ നിങ്ങൾ, മനുഷ്യനെ ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ദേശത്തിൻ്റെ പേരിൽ, തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ വർഗീകരിച്ചുകൊണ്ട്, അവരെ തട്ടുകളായി തിരിച്ചുകൊണ്ട്, അവരുടെ മനസ്സുകളിൽ വെറുപ്പുൽപാദിപ്പിച്ചുകൊണ്ട് സ്വാർത്ഥംഭരികളായ ഭരണാധികാരികൾ, സ്വച്ഛാധിപതികളായ ഇത്തരം രാഷ്ട്രനായകന്മാർ അവരുടെ താൽപ്പര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെയാണ് മാറ്റം വരേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ വെറുപ്പിൻ്റെ ചിന്ത പരിശുദ്ധമായ ഇടങ്ങളായി നമ്മൾ കാണുന്ന കലാലയങ്ങളിലേക്ക് വരെ കടന്നു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു ഡെൻ്റൽ കോളേജിൽ തൻ്റെ അധ്യാപകനിൽ നിന്ന് നേരിട്ട പീഡനം സഹിക്കവയ്യാതെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ദിവസങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിൻ്റെ പേരിൽ? ജാതി പറഞ്ഞുകൊണ്ട്, തൊലിയുടെ നിറം പറഞ്ഞുകൊണ്ട്, അപമാനിച്ചും അപഹസിച്ചും മാനസികമായി തളർത്തിക്കൊണ്ട്. ഇങ്ങനെയാണ് കലാലയങ്ങളിൽ കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ എവിടെയാണ് രക്ഷ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത്തരം സാഡിസ്റ്റുകളെ അവർക്കെതിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. നമ്മുടെ മക്കൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഇത്തരം കേന്ദ്രങ്ങളിൽ അവിടെ സമാധാനവും ശാന്തിയും കളിയാടണം എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രസിദ്ധ ചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ഇന്ത്യയുടെ 2ാം രാഷ്ട്രപതിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു അധ്യാപകൻ തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്വന്തം മക്കളെപ്പോലെയാണ് എന്ന വിചാരമുണ്ടാകണം. ഏത് നിമിഷത്തിലാണോ തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ തൻ്റെ മക്കളെപ്പോലെയല്ല എന്ന ചിന്ത ഒരു അധ്യാപകൻ്റെ മനസ്സിലുണ്ടാകുന്നത്, ആ സമയം അദ്ദേഹം ആ കലാലയത്തിൻ്റെ പടിയിറങ്ങിപ്പോകണമെന്നാണ്. ഇത്തരം അധ്യാപകർ അവരെ ഇത്തരം കലാലയങ്ങളിൽ നിന്ന് പടിയിറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ നിങ്ങൾ, കലാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സമാധാനത്തിൻ്റെ, വിദ്യ നുകരുന്ന ഇടങ്ങളായി മാറണം. അവിടെ നാം പാടുന്ന ദേശഭക്തി ഗാനങ്ങളുണ്ട്. മസ്ഹബ് നഹിം സിഖാത്ത ആബസ് മേം ബൈർ റഖന, ഹിന്ദി ഹം വതൻ ഹൈ ഹിന്ദോസിതാ ഹമാര. മതങ്ങൾ ഒരിക്കലും മനുഷ്യരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവരെ അകറ്റുകയല്ല ചെയ്യുന്നത്. അത് പഠിപ്പിക്കുന്നില്ല ഒരു മതവും. നമ്മളൊക്കെ ഇന്ത്യക്കാരാണ്, ഇന്ത്യ നമ്മുടെ ദേശമാണ് എന്ന ഈ ദേശഭക്തി ഗാനം ഉരുവിടുന്ന കലാലയാന്തരീക്ഷത്തിലാണ് ഇതുപോലെയുള്ള ദാരുണമായ മരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ മനുഷ്യ സമൂഹം, മാനവിക സാഹോദര്യം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, മനുഷ്യൻ്റെ ജീവൻ, മനുഷ്യ ജീവിതം അത് വളരെ പ്രധാനപ്പെട്ടതും വിലപ്പെട്ടതുമാണ് എന്നതാണ്. അനർഹമായി, ഒരിക്കലും അകാരണമായി ഒരു മനുഷ്യനും വധിക്കപ്പെടാവതല്ല,
അങ്ങനെ വധിക്കപ്പെടുകയാണ് എങ്കിൽ, ആരെങ്കിലും ഒരാളെ അന്യായമായി അനർഹമായി വധിക്കുകയാണെങ്കിൽ ഖുർആൻ പറയുന്നു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് കഅന്നമാ ഖതലൻ നാസ ജമീഅ. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കിയ പോലെയാണെന്നാണ്. ഒരാളെ കൊലപ്പെടുത്തിയാൽ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കുന്നതിന് തുല്യമാണ് എന്നതാണ് മനുഷ്യൻ്റെ ജീവനെയും ജീവിതത്തെയും മനുഷ്യത്വത്തെയും കുറിച്ച് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നേരെ മറിച്ചാണെങ്കിലോ, വമൻ അഹിയാഹ ഫകഅന്നമാ അഹിയന്നാസ ജമീഅ. ആരെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിച്ചതിന് തുല്യമാണ്. അതെന്താണ്? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്? ഏത് ആശയവും ആദർശവുമാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്? മനുഷ്യ ജീവനെ നിലനിർത്താൻ, മനുഷ്യത്വത്തിൻ്റെ സംരക്ഷകരായി, മനുഷ്യ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്ന ആദർശം, അതാണ് ശരിക്കും ഇസ്ലാം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഈ സുരക്ഷിതത്വത്തിലൂടെയാണ് മനുഷ്യന് നിർഭയത്വം ജീവിതത്തിൽ ഉണ്ടാവുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സുറബിഹി വമുആഫൻ ഫീ ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി. 3 കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ തൻ്റെ വീടുകളിൽ നിർഭയനായി കഴിഞ്ഞുകൂടുന്നുണ്ട് എങ്കിൽ, നിർഭയത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. فَلْيَعْبُدُوا رَبَّ هَذَا الْبَيْتِ الَّذِي أَطْعَمَهُم مِّن جُوعٍ وَآمَنَهُم مِّنْ خَوْفٍ. എല്ലാ ഭീതികളിൽ നിന്നും ഭയപ്പാടുകളിൽ നിന്നും നിർഭയമായി സമാധാനപൂർവ്വം സ്വസ്ഥമായി കഴിഞ്ഞുകൂടാനാവുക എന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ്. അതിനാൽ അവനെ നിങ്ങൾ അതിൻ്റെ പേരിൽ തന്നെ ആരാധിക്കണം. വിശപ്പിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി നിങ്ങൾക്ക് അന്നം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, അതുകൊണ്ട് തന്നെ ആമിനും ഫീ സിർബ് അതൊരു വലിയ കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ വീടുകളിലേക്കാണ് തിരിച്ചു പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല. നമ്മളൊക്കെ എത്ര അനുഗ്രഹീതരാണ്, സുരക്ഷിതരാണ്. യുദ്ധങ്ങളില്ല, സംഘട്ടനങ്ങളില്ല, സംഘർഷങ്ങളില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊരു ചോരച്ചാൽ ഒഴുക്കപ്പെടുന്ന അവസ്ഥയില്ല. എന്നാലോ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് വെറുപ്പുകൾ കുത്തി നിറയ്ക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മളതൊക്കെ കരുതിയിരിക്കണം. മനുഷ്യനൊന്നാണ്, മനുഷ്യർ ഏകോദര സഹോദരങ്ങളാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഈ സമഭാവനയാണ് ശരിക്കും നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഉരുവിടുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ ഒരു ദിവസത്തിൽ 3 തവണയാണത്. സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പ് നമ്മൾ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരത്തിൽ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മൾ നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ വിത്ർ നമസ്കാരത്തിൽ ഒരു ദിവസം 3 തവണ നമ്മൾ ആവർത്തിച്ചുരുവിടുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂക്തമുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നിങ്ങളുടെ ആദർശം, നിങ്ങളുടെ ആരാധനാലയങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ശൈലികൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരം, ഞങ്ങൾക്ക് ഞങ്ങളുടേത്, ഞങ്ങളുടെ ആദർശം, ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ, ഞങ്ങളുടെ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ശീലങ്ങളും ശിഷ്ടങ്ങളും, ഇവിടെ എല്ലാറ്റിനും നിലനിൽക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട് എന്ന ബഹുസ്വരതയുടെ പ്രഖ്യാപനമാണ് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സഹോദരങ്ങളെ ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജീവനുള്ള മനുഷ്യന് മാത്രമല്ല,
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ മൃതദേഹത്തെ പോലും ആദരിക്കാനാണ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹിയും സഹാബത്തും ഇരുന്നു കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിൽ അതിൻ്റെ അരികിലൂടെ ഒരു ശവമഞ്ചം കടന്നുപോയി. റസൂലുള്ള ആ ശവമഞ്ചം കടന്നു പോകുന്നത് കണ്ട് ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നു. സഹാബിമാർ പ്രവാചകനോട് പറയുന്നുണ്ട്, റസൂലേ, അതൊരു ജൂതന്റെ ശവമഞ്ചമാണ് എന്ന്. ആ സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ മറുപടി എന്താണെന്നോ, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യൻ്റേതല്ലേ എന്ന്. സഹോദരങ്ങളെ, ഇതൊരു ചോദ്യവും ഒരു ഉത്തരവുമാണ്. ചോദ്യം എന്താണെന്നോ, അതൊരു ജൂതൻ്റേതല്ലേ, അതൊരു ഹിന്ദുവിൻ്റേതല്ലേ, അതൊരു ക്രിസ്ത്യാനിയുടേതല്ലേ, അതൊരു നിരീശ്വരവാദിയുടേതല്ലേ? ഉത്തരം എന്താണ്? അതൊരു മനുഷ്യൻ്റേതല്ലേ എന്ന്. നമ്മൾ ഏതിൻ്റെ കൂടെ നിൽക്കണം? സഹാബിമാരുടെ ആ ചോദ്യത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തരമായ മാനവിക സന്ദേശത്തിൻ്റെ ഉത്തരം കൊണ്ട് തിരുത്തുകയാണ്. ഇതാണ് ഈ സമൂഹത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. എന്നാൽ ഇന്ന് നോക്കൂ, നിങ്ങൾ കേട്ടില്ലേ ഇവിടെ ഉണ്ടായ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്ക് സംഭവിച്ച ദാരുണമായ അപകട മരണം? കേരളം മുഴുവൻ അതിൻ്റെ പേരിൽ കരഞ്ഞു. നമ്മളൊക്കെ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടു. പക്ഷേ ഈ മൃതദേഹങ്ങളുടെ ജാതിയും മതവും നോക്കി വരെ ദുഃഖവും സന്തോഷവും തീരുമാനിപ്പിക്കുന്ന പരിതാപകരമായ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ കാണുമ്പോൾ കേരളത്തിൻ്റെ ഈ അവസ്ഥ കണ്ട് നമ്മൾ ലജ്ജിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഈ സഹപ്രവർത്തകരുടെ മരണവാർത്ത ഫോട്ടോ സഹിതം വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളാണ് ജാതിയും മതവും നോക്കി ദുഃഖവും സങ്കടവും അത് അനുഭവിക്കുന്ന ഈ സാഹചര്യം എങ്ങനെയാണ് നമുക്ക് സഹിക്കാനാവുക? ഈ കാര്യങ്ങൾക്കൊക്കെയാണ് മാറ്റം വരേണ്ടത്. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികതയും മനുഷ്യത്വവും ഇതാണ്. രണ്ടാമതായി, നിർഭയത്വത്തിൻ്റെ അടിത്തറയും അടിസ്ഥാനവും എന്ന് പറയുന്നത് വിശ്വാസമാണ്. ഈമാനിലൂടെയാണ് അമ്നുണ്ടാവുക. ഈമാൻ നിഷ്കളങ്കമായിരിക്കണം, നിഷ്കപടമായിരിക്കണം, നിർവ്യാജമായിരിക്കണം, യാതൊരു മായവും ചേരാത്ത വിശുദ്ധമായ വിശ്വാസമായിരിക്കണം. അതിലൂടെ മാത്രമേ നിർഭയത്വം ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ. വേദവാക്യം അതാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ശിർക്ക്പരമായ ഒരു മായവും ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാകുന്നു നിർഭയത്വം. അവർ തന്നെയാകുന്നു സന്മാർഗം പ്രാപിച്ചവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സമാധാനം ഈ വിശ്വാസത്തിലൂടെയാണ്, നിർഭയത്വം ഈ വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സുന്ദര നാമങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് അസ്സലാം, സമാധാനം എന്നുള്ളത്, സമാധാനം നൽകുന്നവൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. നമ്മൾ ഉരുവിടുന്ന ദിക്റുകളിൽ അതുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ നെഞ്ചേറ്റി ഉരുവിടുന്ന ജീവിതത്തിൻ്റെ ശീലമാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന് നിർഭയത്വവും സമാധാനവും നൽകും. അസ്സലാമിൽ നിന്നുള്ള നിർഭയത്വം അവന് ലഭിച്ചുകൊണ്ടിരിക്കും, ശാന്തിയും അവന് ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നതോ വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. ഇവിടെ അമ്നുണ്ടാകണമെങ്കിൽ, നിർഭയത്വം ഉണ്ടാകണമെങ്കിൽ, നീതി അത് നിലവിൽ വരണമെങ്കിൽ, നടപ്പിലാക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള ഈ വിശ്വാസവും മരണാനന്തര ജീവിതത്തിലുള്ള ഈ വിശ്വാസവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുനൂ ഖവ്വാമീന ലില്ലാഹ്.
ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകുക. നീതി ജീവിതത്തിൽ നടപ്പിലാക്കുക. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വേണം, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വേണം, നിങ്ങളുടെ സാമൂഹ്യ ഇടപാടുകളിലും രംഗങ്ങളിലും വേണം. നിങ്ങൾ ഏതൊക്കെ പദവിയിലാണോ അവിടെയൊക്കെ നിങ്ങൾ നീതി നടപ്പിലാക്കണമെന്നാണ് ഖുർആൻ ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആജ്ഞാപിക്കുന്ന കാര്യമാണ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക, നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവുക. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഏതെങ്കിലും ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം, അവരോട് അനീതി കാണിക്കാൻ ഒരിക്കലും നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ നീതി പാലിക്കുക, അതാണ് നിങ്ങളുടെ ഹൃദയഭക്തിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. ഈ കാര്യം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ വളരെ ശ്രദ്ധയോടുകൂടി പരിശീലിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വിശദീകരിച്ചു തരുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ മോഷണം നടത്തി. ഖുറൈശികൾക്ക് അത് വലിയ മാനക്കേടായി. ആ സന്ദർഭത്തിൽ അവർ പ്രവാചകനോടൊന്ന് ശുപാർശ പറയാൻ ഒരാളെ തെരഞ്ഞു. പ്രവാചകൻ്റെ ഇഷ്ടഭാജനമായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദിനെയാണ് അവർ കണ്ടെത്തിയത്. ഉസാമയോട് അവർ പറഞ്ഞു, ഈ സ്ത്രീയുടെ കാര്യത്തിൽ നിങ്ങൾ റസൂലിനോടൊന്ന് ശുപാർശ നടത്തണമെന്ന്. പ്രവാചകൻ്റെ അരികിൽ ചെന്ന് ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. റസൂലിൻ്റെ മുഖം വിവർണമായി. റസൂൽ ചോദിക്കുന്നുണ്ട്, അത്തശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, അള്ളാഹുവിൻ്റെ ശിക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിലാണോ എന്നോട് ശുപാർശ ചെയ്ത് പറയാൻ നീ വന്നിട്ടുള്ളത്? നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇന്നമാ ഹലക്കല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള പൂർവികരായ സമൂഹങ്ങൾ നശിച്ചു പോകാൻ കാരണമായിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നോ? അവയുടെ കൂട്ടത്തിലെ മാന്യന്മാരായ ശ്രേഷ്ഠന്മാരായ ആളുകൾ തെറ്റ് ചെയ്താൽ ശിക്ഷ നടപ്പിലാക്കാതെ അവരെ വെറുതെ വിടുകയും, എന്നാൽ ദുർബലരും സാധുക്കളുമായ ആളുകൾ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നതിനാലാണ് എന്ന് റസൂൽ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വൈമുല്ലാ ലൗ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് മോഷണം നടത്തുന്നതെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതി നിർവഹണത്തിൻ്റെ കാര്യത്തിലുള്ള ഈ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ലോകത്തിന് ആവശ്യം ഈ ശ്രദ്ധയാണ്, ഈ കരുതലാണ്, ഈ സന്ദേശമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. സ്വന്തം പാർട്ടിക്കാരൻ, സ്വന്തം കക്ഷിക്കാരൻ, ഏറ്റവും അടുത്ത ബന്ധു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നീതി നടപ്പിലാക്കാതെ അതിലൊക്കെ അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്ന രീതി ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഇത്തരം മഹനീയമായ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ ഏത് സന്ദർഭത്തിലും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുൻ പ്രാസംഗികനായ കുഞ്ഞഹമ്മദ്, KEN കുഞ്ഞഹമ്മദ്, അദ്ദേഹം വളരെ മനോഹരമായ ഒരു കഥ നമുക്ക് വിശദീകരിച്ചു തന്നല്ലോ. ഞാൻ അദ്ദേഹം ഇങ്ങനെ അത് പറഞ്ഞപ്പോൾ CP-യോട് സംസാരിക്കുകയായിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള പൂർവിക സമൂഹത്തിൽ സംഭവിച്ച ഒരു ചരിത്ര കഥയാണ് അദ്ദേഹം വേറെ അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറ്റി ഏതെങ്കിലുമൊക്കെ ഒരു സാഹിത്യകൃതിയിൽ അത് വന്നിട്ടുണ്ടാകും. അത് ശരിക്ക് ഹദീസ് കോപ്പിയടിച്ചതാണ്. ഈ പ്രസംഗം അദ്ദേഹത്തിന് കേൾക്കുന്നുണ്ടെങ്കിൽ കേൾപ്പിച്ചു കൊടുക്കണം. ശരി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക സമൂഹത്തിൽ സംഭവിച്ച ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ അനുചരന്മാർക്ക്. അതെന്താണെന്നോ, രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരു ഭൂമി കച്ചവടം നടത്തി.
അങ്ങനെ ഭൂമി വാങ്ങിയ ആള് അതിൽ കൃഷി ചെയ്യാൻ വേണ്ടി കൊത്തിക്കളക്കാൻ തുടങ്ങി. കൊത്തിക്കളക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ആ ഭൂമിയിൽ നിന്ന് ഒരു ഭരണി കിട്ടി. ആ ഭരണി നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന് പേടിയായി. ഭൂമിയിൽ നിന്നൊരു നിധി കിട്ടിയാൽ നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ആരോടും പറയാതിരിക്കും. പക്ഷേ ഇദ്ദേഹം ചെയ്തത് എന്താണെന്നോ, ആരിൽ നിന്നാണോ ഭൂമി വാങ്ങിയത്, ഭൂമിയുടെ ആദ്യത്തെ ഉടമയുടെ അരികിലേക്ക് ഈ സ്വർണ്ണ ഭരണിയുമായി ഓടിച്ചെല്ലുകയാണ്. പൊന്നു സഹോദരാ, ഇതാ നിങ്ങൾ ഏറ്റുവാങ്ങൂ, ഇത് നിങ്ങളുടേതാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇതെൻ്റേതല്ല, എൻ്റേതല്ല. ഒരു ഭരണി നിറയെ സ്വർണ്ണാഭരണം കിട്ടിയിട്ട് ഈ വിറ്റ ആളും വാങ്ങിയ ആളും ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒരു മാനസികാവസ്ഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് ശരിക്കും വിശ്വാസം. എന്തുകൊണ്ടാണ് അവർ എൻ്റേതല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത്? അവരുടേതല്ലാത്തത് കൊണ്ട് തന്നെ. ഈ നിധി കിട്ടിയ ആള് പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. വിറ്റ ആള് പറയുന്നു ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമി വിറ്റപ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളുമാണ്, വിഭവത്തിൻ്റെ കയ്യേറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും അടക്കമാണ് ഞാൻ വിറ്റിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എടുക്കണം. അവസാനം ഇതിനൊരു പ്രശ്നപരിഹാരത്തിന് അവിടെയുള്ള ജഡ്ജിയുടെ അരികിലേക്ക് അവർ പോവുകയാണ്. അദ്ദേഹം ഇതുവരെ തൻ്റെ കോടതിയിൽ ഒരു കേസ് ഇങ്ങനെ വന്നിട്ടില്ല. അത്ഭുതകരമായ കേസ് കേട്ടിട്ട് അദ്ദേഹം അവസാനം അതിനൊരു തീർപ്പുണ്ടാക്കുന്നത് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആരുണ്ട്? എനിക്കൊരു അടിമയുണ്ട്. മറ്റേ ആളോട് ചോദിക്കുമ്പോൾ എനിക്കൊരു അടിമ സ്ത്രീയുണ്ട്. അദ്ദേഹം പറയുന്നു എന്നാൽ ഇവരെ രണ്ടുപേരെയും നിങ്ങൾ സ്വതന്ത്രരാക്കുക, അവരെ പരസ്പരം വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കാൻ അവർക്ക് അവസരമൊരുക്കി കൊടുക്കുക. ഈ നിധി അവരുപയോഗിക്കട്ടെ, അതിൻ്റെ ഒരു ഭാഗം നിങ്ങളും ഉപയോഗിക്കൂ. അതാണ് കഥ. ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന വിശ്വാസം എന്താണെന്നോ, തൻ്റേതല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഈ ദുനിയാവിൽ നിന്ന് നാം അനുഭവിക്കുകയാണെങ്കിൽ, ആസ്വദിക്കുകയാണെങ്കിൽ, തൻ്റെ സ്വത്തിലേക്ക് ചേർത്ത് വെക്കുകയാണെങ്കിൽ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള വിശ്വാസം. നീതി നടപ്പിലാക്കാൻ അള്ളാഹുള്ള വിശ്വാസം പോലെ തന്നെ പരലോക ജീവിതത്തിലുള്ള വിശ്വാസവും ഉണ്ടെങ്കിലേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു മിണ്ടാപ്രാണി ഭക്ഷണം കിട്ടാതെ മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ വരെ ഈ ഉമർ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഈ വിശ്വാസം. അതുകൊണ്ടാണ് ഹദീസുകളിലൊക്കെ നമ്മൾ കാണുന്നത്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ തണൽ നൽകി ആദരിക്കുമെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണെന്നാണ്. ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകളിൽ എണ്ണപ്പെട്ടവരുടെ കൂട്ടത്തിൽ ദഅവത്തുൽ ഇമാമിൽ ആദിൽ മുസ്തജാബ്, നീതിമാനായ ഒരു ഭരണാധികാരിയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. പടച്ചോൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കും. നീതിയുടെ മഹത്വം അതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ, അല്ലാഹുവിൻ്റെ അരികിൽ നീതിമാന്മാരായ ആളുകൾ പ്രഭ ചൊരിയുന്ന പ്രകാശത്താലുള്ള പ്രസംഗപീഠങ്ങളിൽ അവരെ ഇരുത്തി ആദരിക്കപ്പെടുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം, തങ്ങളുടെ കുടുംബങ്ങളിൽ നീതി നടപ്പിലാക്കിയവർ, തങ്ങളുടെ ഭരണകേന്ദ്രങ്ങളിൽ നീതി നടപ്പിലാക്കിയവർ. ഈ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. അങ്ങനെയുള്ളൊരു മാറ്റമുണ്ടായാൽ നിർഭയത്വം ഉണ്ടാകും. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചാണെന്ന് തോന്നുന്നു ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വിശ്രമിക്കുകയാണ്. പരിപാലകരില്ല, അംഗരക്ഷകരില്ല, ബോഡി ഗാർഡില്ല, ബ്ലാക്ക് കാറ്റ്സ് ഇല്ല. ഒരു മരത്തിൻ്റെ തണലിൽ നിർഭയനായി ഉറങ്ങുന്ന സന്ദർഭത്തിൽ ഹുർമുസാൻ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം ഇത് കണ്ടുകൊണ്ട് അതിശയിച്ച് പറയുന്നു, അദൽത ഫഅമിൻത ഫനിംത, നിങ്ങൾ നീതി നിർവഹിച്ചു, നീതി നടപ്പിലാക്കി, അതുകൊണ്ട് തന്നെ നിർഭയനായി
പേടിയില്ലാതെ നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കഴിയും. ഇന്നത്തെ എത്രയെത്ര ഭരണാധികാരികൾ നോക്കൂ നിങ്ങൾ, കൂടെ അംഗരക്ഷകരും പരിചാരകരും ബോഡി ഗാർഡുമില്ലാതെ പുറത്തിറങ്ങി ജനങ്ങൾക്കിടയിലൂടെ നടക്കുമോ? ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ നിർഭയരായി കിടന്നുറങ്ങാൻ കഴിയുമോ? ഇങ്ങനെയുള്ള മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.